നമസ്കാരം. കേരളത്തിൽ നിന്നും ട്രെയിൻ മാർഗം മൂകാംബികയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ഉപകാരപ്രദമാവുന്ന വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് ഒരുപാട് ആൾക്കാർക്കുള്ള സംശയമാണ്, കേരളത്തിൽ നിന്ന് മൂകാംബികയിലേക്ക് പോകുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ട്രെയിൻ ഏതാണ്. ഇപ്പം സമയത്തിൻ്റെ നോക്കുകയാണെങ്കിലും യാത്ര ബുദ്ധിമുട്ടില്ലാതെ പോകാനാണെങ്കിലും ഫാമിലി ആയിട്ടാണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും പോകാൻ ഏറ്റവും ബെസ്റ്റ് ട്രെയിൻ ഏതാ എന്നുള്ളത് ഒരു സംശയമാണ്. ശ്രദ്ധിക്കുക, അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 4 ട്രെയിനുകൾ കേരളത്തിൽ നിന്ന് മൂകാംബികയിലേക്ക് പോകാനായിട്ടുണ്ട്. 4 ട്രെയിനുകളെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ട്രെയിനുകൾ, യാത്രാ സൗകര്യമുള്ള ട്രെയിനും മാത്രമല്ല നമ്മൾ അവിടെ മൂകാംബികയിലേക്ക് എത്തിച്ചേരുന്ന സമയവും ഈ 4 ട്രെയിനുകളും അടിപൊളിയാണ്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ 4 ട്രെയിനുകളിലെ 2 ട്രെയിനുകളെയാണ് പറയുന്നത്. ബാക്കി 2 ട്രെയിനുകളെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഉടനെ എത്തിക്കുന്നതാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 4 ട്രെയിനുകളുടെ ഡീറ്റെയിൽസും ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് വീഡിയോ ലെങ്ത് ഒരുപാട് എത്തിച്ചേരും. കാരണം ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് ആയതുകൊണ്ട് നമുക്ക് നല്ല വിശദമായിട്ട് തന്നെ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസും സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന സമയവും ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ട് പറയുന്ന വീഡിയോ ആണല്ലോ. അതുകൊണ്ട് ഇത് ഒരുപാട് നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ 2 ട്രെയിനുകളെ പറ്റി പറയുന്നത്. തീർച്ചയായും ഉപകാരപ്രദമാവും. എല്ലാ ജില്ലയിലുള്ളവർക്കും ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമാവുന്നതാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും തരുന്ന കണക്ക് എനിക്കൊരു ലൈക്ക് എന്ന് സഹായിക്കണം. ഈ വീഡിയോയിൽ എത്ര ലൈക്ക് കയറുന്നോ അത്രത്തോളം ജനങ്ങളിലേക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതാണ്. ഇനി നമുക്ക് ട്രെയിനെ പരിചയപ്പെടാം. ആദ്യത്തെ ട്രെയിനെ പരിചയപ്പെടാം. ഫ്രണ്ട്സ്, ഇത് ട്രെയിൻ നമ്പർ 19259 ഭവ്നഗർ ടെർമിനസ് എക്സ്പ്രസ് ആണ്. ആഴ്ചയിൽ വ്യാഴാഴ്ചകളിൽ മാത്രം സർവീസ് നടത്തുന്ന ട്രെയിൻ ആരംഭിക്കുന്നത് തിരുവനന്തപുരം നോർത്തിൽ നിന്നും, അതായത് നമ്മുടെ പഴയ കൊച്ചുവേളിയിൽ നിന്നും ഉച്ചയ്ക്ക് ശേഷം 3:45 ആരംഭിച്ച് 2-ാം ദിവസം രാവിലെ 7 മണിയോടുകൂടി ബൈന്ദൂർ മൂകാംബിക റോഡ് എന്ന് പറയുന്ന സ്റ്റേഷനിലേക്ക് എത്തിച്ചേരും. നമ്മുടെ കേരളത്തിൽ നിന്ന് ട്രെയിൻ മാർഗം മൂകാംബികയിലേക്ക് പോകുമ്പോൾ ഏറ്റവും അടുത്തുള്ള സ്റ്റേഷൻ ഏതാ? ബൈന്ദൂർ മൂകാംബിക റോഡ് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനാണ്. ഏകദേശം 30 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമ്മുടെ ക്ഷേത്രത്തിലേക്ക്. ഒരു 45 മിനിറ്റോളം യാത്ര നമുക്ക് ബസ്സിൽ എന്തായാലും ഉണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു തന്ന ട്രെയിൻ ബൈന്ദൂർ മൂകാംബിക റോഡ് വരെ അല്ല സർവീസ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗുജറാത്തിലെ ഭവ്നഗർ ടെർമിനസ് വരെ പോകുന്ന ട്രെയിനാണ്. അതായത് ആഴ്ചയിൽ വ്യാഴാഴ്ചകളിൽ തിരുവനന്തപുരം നോർത്തിൽ നിന്നും 3:45 ഉച്ചയ്ക്ക് ശേഷം ആരംഭിക്കുന്ന ട്രെയിൻ 2-ാം ദിവസം രാവിലെ 7 മണിയോടുകൂടി ബൈന്ദൂർ മൂകാംബിക റോഡിലേക്കും 3-ാം ദിവസം ഉച്ചയ്ക്ക് 12:25 ഭവ്നഗർ ടെർമിനൽസിലേക്കും എത്തിച്ചേരുന്നുണ്ട്. നമ്മുടെ ഗുജറാത്ത് വരെ സർവീസ് നടത്തുന്ന ഈ ട്രെയിനാണ്. ഈ ട്രെയിനിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേരളം തൊട്ട് ബൈന്ദൂർ മൂകാംബിക റോഡ് വരെയുള്ള സമയം പറഞ്ഞാൽ മതി, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത്. കാരണം നമ്മൾ ഗുജറാത്ത് വരെ പോകുന്നില്ലല്ലോ. നമ്മുടെ ലക്ഷ്യം ഭഗവതിയുടെ സന്നിധിയിലേക്ക് ട്രെയിൻ മാർഗം എങ്ങനെ എത്തുക എന്നുള്ളതാണ്, തിരിച്ചെങ്ങനെ വരിക എന്നുള്ളതാണ്. ഇനി ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ 19260 ആയിട്ട് നമ്മുടെ ഭവ്നഗർ ടെർമിനൽസിൽ നിന്നും രാവിലെ 10:15 ആരംഭിക്കും. ശ്രദ്ധിക്കുക, തിരിച്ച് ചൊവ്വാഴ്ചകളിലാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. അപ്പോൾ ട്രെയിൻ സ്റ്റോപ്പ് എന്ന് ഉദ്ദേശിച്ചത് തിരിച്ച് സർവീസ് നടത്തുന്നത് ചൊവ്വാഴ്ചയാണ്. ട്രെയിൻ ഭവ്നഗർ ടെർമിനൽസിൽ നിന്നും രാവിലെ 10:15 ആരംഭിക്കുന്ന ട്രെയിൻ 2-ാം ദിവസം, അതായത് ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2:15 നമ്മുടെ ബൈന്ദൂർ മൂകാംബിക റോഡിലേക്ക് എത്തിച്ചേരും. ശേഷം 3-ാം ദിവസം രാവിലെ 7:10 തിരുവനന്തപുരം നോർത്തിലേക്ക് എത്തിച്ചേരും. ഇതാണ് ഈ ട്രെയിനിൻ്റെ ഒരു മൊത്തത്തിലുള്ള ടൈമിൻ്റെ ഇപ്പം വന്ന ഒരു മാറ്റം എന്ന് പറയാം. ഞാനിത് വിശദീകരിച്ച് പറഞ്ഞു തരാം നിങ്ങൾക്ക്, ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയം. അതിനു മുമ്പ് ട്രെയിനിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഈ ട്രെയിനിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ തിരക്ക് കുറവാണ്. ഇൻ കേസ് സ്ലീപ്പർ ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ, കിട്ടാൻ ചാൻസ് കുറവൊന്നുമില്ല, കിട്ടും. പക്ഷേ നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് കുറവുണ്ടെങ്കിൽ നമുക്ക് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ഈ ഒരു ട്രെയിനിൽ സുഖമായിട്ട് യാത്ര ചെയ്യാം. വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ഇല്ല, ഫുട്ബോൾ കളിക്കാനുള്ള സ്പേസ് ഉണ്ടെന്നൊന്നും ഞാൻ പറയത്തില്ല. നമുക്ക് ഇരുന്ന് പോവാം, ശ്വാസം മുട്ടുവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല. നല്ല രീതിയിൽ ഇരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ഈ ട്രെയിനിൽ 4 ജനറൽ കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഏറ്റവും ഫ്രണ്ടിൽ 2 എണ്ണവും ഏറ്റവും ബാക്കിൽ 2 എണ്ണവും. സ്ലീപ്പർ കോച്ചസ് വരുന്നത് 7 എണ്ണമാണ്. S1, S2, S3, S4, S5, X6, S7 അങ്ങനെയാണ്. സ്ലീപ്പറിൻ്റെ കോച്ചസിൽ വെളി എഴുതിയിട്ടേക്കുന്നത് അങ്ങനെയാണ് കേട്ടോ. S1, S2 അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് എടുത്ത് പറയുന്നത്. ജനറൽ ആണെങ്കിലോ UR അൺറിസർവ്ഡ് എന്നാണ് പറയുന്നത്. പിന്നെ AC കോച്ചസ് 8 എണ്ണം ഉണ്ട്. അതിൽ സെക്കൻഡ് AC 2ഉം തേർഡ് AC 6ഉം ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ 8 എണ്ണം. ഇപ്പം സെക്കൻഡ് AC ആണെങ്കിൽ A1, A2 എന്നായിരിക്കും എഴുതുന്നത്.
തേർഡ് എ സി ആണെങ്കിൽ B1, B2, B3, B4, B5, B6 അങ്ങനെ മൊത്തത്തിൽ 8 AC കോച്ചസ്. മനസ്സിലായല്ലോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇനി ട്രെയിൻ ടിക്കറ്റ് ചാർജ് കേൾക്കാം. തിരുവനന്തപുരം നോർത്തിൽ നിന്നാണ് ഈ ഒരു ട്രെയിൻ ആരംഭിക്കുന്നത്. അതുകൊണ്ട് അവിടുന്ന് നമ്മുടെ ബൈന്ദൂർ മൂകാംബിക റോഡ് വരെയുള്ള ചാർജാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനുശേഷം വരുന്ന ജില്ലകൾ ഇതിനനുസരിച്ച് കുറവായിരിക്കും കേട്ടോ. ജനറലിന് ഒരാൾക്ക് വരുന്നത് 225 രൂപ മാത്രമാണ്. സ്ലീപ്പറിന് വരുന്നത് 430 രൂപയും, തേർഡ് എ സിക്ക് 1150 രൂപയും, സെക്കൻഡ് എ സിക്ക് 1640 രൂപയാണ്. അപ്പോൾ ഈ ഒരു ട്രെയിനിൻ്റെ ഏകദേശ കാര്യങ്ങൾ നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. ഇനി നമുക്ക് ഈ ട്രെയിൻ കേരളത്തിൽ നിന്ന് മൂകാംബികയിലേക്കും തിരിച്ച് മൂകാംബികയിൽ നിന്ന് കേരളത്തിലേക്കും നിർത്തുന്ന എല്ലാ സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയവും നമുക്കൊന്ന് ശ്രദ്ധയോടെ കേൾക്കാം. അപ്പോൾ ആഴ്ചയിൽ വ്യാഴാഴ്ചകളിലായിട്ട് മാത്രം തിരുവനന്തപുരം നോർത്തിൽ നിന്നും ഉച്ചയ്ക്ക് ശേഷം 3:45 ആരംഭിക്കുന്ന ട്രെയിന് പിന്നെ സ്റ്റോപ്പ് 4:40 കൊല്ലം ജംഗ്ഷനിലാണ്. അത് കഴിഞ്ഞാൽ 5:20 ട്രെയിൻ കായംകുളം ജംഗ്ഷനിലെത്തും. വൈകുന്നേരം 5:45 ചെങ്ങന്നൂരും, 5:55 തിരുവല്ലയിലേക്കും, 6:30 കോട്ടയവും, 8:15 എറണാകുളം ടൗൺ, രാത്രി 8:45 ആലുവ, രാത്രി 9:45 തൃശ്ശൂർ, രാത്രി 10:35 ഷൊർണൂർ ജംഗ്ഷൻ, 11:24 തിരൂർ എത്തിക്കഴിഞ്ഞാൽ ആ ദിവസം കഴിഞ്ഞു. പിന്നെ രണ്ടാം ദിവസം അർദ്ധരാത്രി 12:10 കോഴിക്കോടാണ് ട്രെയിൻ സ്റ്റോപ്പ്. പിന്നെ 1:10 നമ്മുടെ തലശ്ശേരി, 1:40 കണ്ണൂർ, 2:05 പയ്യന്നൂർ, 2:50 കാസർഗോഡ്. ട്രെയിൻ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ സ്റ്റോപ്പ് കഴിഞ്ഞു. ശേഷം നമ്മുടെ മംഗലാപുരം എത്തുകയാണ്. 4:05 മാംഗ്ലൂർ ജംഗ്ഷനിലേക്കും, 5:30 ഉടുപ്പിയിലേക്കും, രാവിലെ 7 മണിക്ക് നമ്മുടെ ബൈന്ദൂർ മൂകാംബിക റോഡിലേക്കും എത്തിച്ചേരും. രണ്ടാം ദിവസം രാവിലെ 7 മണിക്ക് ബൈന്ദൂർ മൂകാംബിക റോഡ്. പിന്നെ വണ്ടി നേരെ ഗുജറാത്തിലോട്ടാണല്ലോ, നമുക്കതറിയേണ്ട കാര്യമില്ല. ഇനി ഇതേ ട്രെയിൻ തന്നെ തിരിച്ച് സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന എല്ലാ സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയവും നമുക്കൊന്ന് കേൾക്കാം. തിരിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ആഴ്ചയിൽ ചൊവ്വാഴ്ചകളിലായിട്ടാണ് നമ്മുടെ ഈ ട്രെയിൻ രാവിലെ 10:15 ഗുജറാത്തിലെ ഭാവ്നഗർ ടെർമിനൽസിൽ നിന്നും ആരംഭിക്കുന്നത്. ഇത് രണ്ടാം ദിവസം വൈകുന്നേരം 2:12, അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2:12 ട്രെയിൻ ബൈന്ദൂർ മൂകാംബിക റോഡിലെത്തി. ശേഷം 3:30 ഉടുപ്പിയിലേക്ക് എത്തും. വൈകുന്നേരം 6 മണിക്ക് മാംഗ്ലൂർ ജംഗ്ഷൻ കഴിഞ്ഞാൽ 6:40 ഈ ട്രെയിൻ കാസർഗോഡ് തുടങ്ങി, അതായത് നമ്മുടെ കേരളം. ശേഷം തിരിച്ചു വരുമ്പോൾ പയ്യന്നൂർ സ്റ്റോപ്പുണ്ട് 7:20 ആകുമ്പോൾ. പിന്നെ 8 മണിക്ക് കണ്ണൂർ, രാത്രി 8:30 തലശ്ശേരി, 9 മണിക്ക് വടകര, 9:30 കോഴിക്കോട്, രാത്രി 10:30 തിരൂർ, രാത്രി 11:50 ഷൊർണൂർ ജംഗ്ഷൻ എത്തിക്കഴിഞ്ഞാൽ ആ ദിവസം കഴിഞ്ഞു. പിന്നെ മൂന്നാം ദിവസം അർദ്ധരാത്രി 12:45 തൃശ്ശൂരും, 1:38 ആലുവയും, 2:05 എറണാകുളം ടൗണും, 3:15 കോട്ടയവും, 3:47 തിരുവല്ലയും, 4 മണിക്ക് ചെങ്ങന്നൂരും, 4:30 കായംകുളം ജംഗ്ഷനും, 5 മണിക്ക് കൊല്ലം ജംഗ്ഷനും, 7:10 തിരുവനന്തപുരം നോർത്തിലേക്കും ട്രെയിൻ എത്തിച്ചേരും. ഇത്രയേ ഉള്ളൂ. സൂപ്പർ ട്രെയിനാണ് കേട്ടോ. നമുക്ക് കേരളത്തിൽ നിന്ന് മൂകാംബികയിലേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിച്ച് നിൽക്കുന്നവരാണ്, നിങ്ങളെ യാത്രയൊക്കെ നല്ല സുഖകരമായിട്ട് പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ട്രെയിൻ ഉപകാരപ്രദവും. ജനറൽ കമ്പാർട്ട്മെന്റ് ആണെങ്കിൽ പോലും ഞാൻ ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞില്ലേ, 4 ട്രെയിൻ 2 വീഡിയോസ് ആയിട്ട്. ഈ 4 ട്രെയിനും ബെസ്റ്റ് ട്രെയിനാണ്. ഈ ഒരു 7 മണി സമയത്താണ് നമ്മൾ ബൈന്ദൂർ എത്തുന്നത്. അത് തന്നെ നമുക്ക് ഏറ്റവും സുഖമുള്ളൊരു കാര്യമോ. പിന്നെ ആകെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും സർവീസ് ഇല്ല. ഈ 4 ട്രെയിനുകളും ഇടയിട ദിവസങ്ങളിലാണ്. ആകെ നേത്രാവതി എക്സ്പ്രസ്സേ ഉള്ളൂ എല്ലാ ദിവസവും സർവീസ് ഉള്ളത്. അതാണ് ചെന്ന് എത്തുന്നത് ഒരു അർദ്ധരാത്രി 12:30 റെയിൽവേ സ്റ്റേഷനിൽ. അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ ട്രെയിൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ. ഒരുപാട് ആൾക്കാരുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിലൊക്കെ വരുന്നതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ട്രെയിനെ പരിചയം. ഇവനാണ് നമ്മുടെ രണ്ടാമത്തെ ട്രെയിൻ നമ്പർ 163-34 എക്സ്പ്രസ്. ആഴ്ചയിൽ തിങ്കളാഴ്ചകളിൽ മാത്രമേ സർവീസ്. തിരുവനന്തപുരം സെൻട്രലിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം 3:45 ആരംഭിക്കുന്ന ട്രെയിൻ രണ്ടാം ദിവസം രാവിലെ 7 മണിയോടുകൂടി ബൈന്ദൂർ മൂകാംബിക റോഡിലേക്കും, മൂന്നാം ദിവസം ഉച്ചയ്ക്ക് ശേഷം 3:35 നമ്മുടെ ഗുജറാത്തിലെ വെരാവൽ ജംഗ്ഷനിലേക്കും ട്രെയിൻ എത്തിച്ചേരുന്നതാണ് കേട്ടോ. ഗുജറാത്ത് വരെ സർവീസ് നടത്തുന്ന മറ്റൊരു ട്രെയിനാണ് ഇവൻ. അപ്പോൾ ഇതേ ട്രെയിൻ നമ്പർ 163-33 ആയിട്ട് ആഴ്ചയിൽ വ്യാഴാഴ്ചകളിൽ തിരിച്ചും സർവീസ് ഉണ്ട്. അത് നമ്മുടെ വെരാവൽ ജംഗ്ഷനിൽ നിന്നും രാവിലെ 6:50 എടുക്കുന്ന ട്രെയിൻ രണ്ടാം ദിവസം, അതായത് വെള്ളിയാഴ്ച 2:15 ഉച്ചയ്ക്ക് ബൈന്ദൂർ മൂകാംബിക റോഡിലേക്ക് എത്തിച്ചേരും. ശേഷം മൂന്നാം ദിവസം രാവിലെ 7:15 തിരുവനന്തപുരം സെൻട്രലിലേക്ക് ട്രെയിൻ എത്തിച്ചേരുന്നതാണ്. ഈ ഒരു ട്രെയിനിൽ
ജനറൽ കമ്പാർട്ട്മെൻറ്റ് വരുന്നത് 4 എണ്ണമാണ്. ഏറ്റവും ഫ്രണ്ടിൽ 2 എണ്ണം, ഏറ്റവും ബാക്കിൽ 2 എണ്ണം. ശ്രദ്ധിക്കുക, ജനറൽ കമ്പാർട്ട്മെൻറ്റ് ചടങ്ങാണ് ഈ ഒരു ട്രെയിൻ. റിസ്ക് ആണ് വെരാവൽ എക്സ്പ്രസ്സിലെ ജനറൽ കമ്പാർട്ട്മെൻറ്റ്. ഓക്കെ, എങ്ങനെയെങ്കിലും അവിടെ എത്തിയാൽ മതി എന്നുള്ളവർക്ക് ഈ ഒരു ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഉപയോഗിക്കാം. ഏറ്റവും ഫ്രണ്ടിൽ 2, ഏറ്റവും ബാക്കിൽ 2. സ്ലീപ്പർ 6 എണ്ണം ഉണ്ട്. S1 S2 അറിയാമല്ലോ. AC വരുന്നത് 9 എണ്ണമാണ്. പിന്നെ ഈ ഒരു ട്രെയിനിൽ പാൻട്രി കാർ ഉണ്ട്, അതായത് നമുക്ക് ആഹാരത്തിനുള്ള സംവിധാനമുണ്ട്. പിന്നെ ട്രെയിനിലെ ആഹാരങ്ങൾ എത്രത്തോളം സുരക്ഷിതമാണെന്ന് ഞാനിനി പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമില്ലല്ലോ. ഞാൻ AC കോച്ചസ് 9 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ തേർഡ് എക്കണോമി എന്ന് പറയുന്ന ഒരു കമ്പാർട്ട്മെൻറ്റിൽ 3 എണ്ണം, തേർഡ് AC 4, സെക്കൻഡ് AC 2. അപ്പം 4ഉം 2ഉം 6, 6ഉം 3ഉം 9. അങ്ങനെ മൊത്തത്തിൽ 9 AC കോച്ചസ്. ഈ തേർഡ് എക്കണോമി എന്ന് പറയുന്നത് M1 M2 M3, കാരണം അത് 3 എണ്ണമാണല്ലോ. 3 ഉണ്ടായതുകൊണ്ടാണ് എമ്മിൻ്റെ കൂടെ 1ഉം 2ഉം 3ഉം വരുന്നത് കേട്ടോ. 4 ആണെങ്കിൽ 4 അങ്ങനെ വരും. അപ്പോൾ തേർഡ് എക്കണോമിക്ക് പറയുന്നത് M ആണ്. M1 M2 M3 എന്ന് നിങ്ങൾക്ക് ട്രെയിനിൻ്റെ വെളിയിൽ ആ ബോഗിയിൽ കാണാൻ സാധിക്കും. തേർഡ് AC അറിയാമല്ലോ, B1 B2 B3 B4 4 എണ്ണം ഉണ്ട്. സെക്കൻഡ് AC A1 A2 2 എണ്ണം, അങ്ങനെ 9 എണ്ണം. ഇനി ട്രെയിൻ ടിക്കറ്റ് ചാർജ് തലസ്ഥാനത്ത് നിന്നാണല്ലോ തുടങ്ങുന്നത്. തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും നമ്മുടെ ബൈന്ദൂർ മൂകാംബിക റോഡ് വരെ ജനറലിന് ഒരാൾക്ക് 225 രൂപയും, സ്ലീപ്പറിന് 430 രൂപയും, തേർഡ് എക്കണോമിക്ക് 1065 രൂപയും, തേർഡ് ACക്ക് 1150 രൂപയും, സെക്കൻഡ് ACക്ക് 1640 രൂപയാണ്. ഇതാണ് ഈ ഒരു ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ്. ഇനി ഈ ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന എല്ലാ സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയവും ബൈന്ദൂർ മൂകാംബിക റോഡ് വരെ പറഞ്ഞു പോകത്തുള്ളൂ കേട്ടോ. അതൊന്ന് കേൾക്കാം. അപ്പോൾ നമ്മുടെ ട്രെയിൻ നമ്പർ 163-34 വെരാവൽ എക്സ്പ്രസ് ആഴ്ചയിൽ തിങ്കളാഴ്ചകളിൽ മാത്രം സർവീസ് നടത്തുന്ന ട്രെയിൻ തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും ഉച്ചയ്ക്ക് ശേഷം 3:45 ആരംഭിച്ചാൽ പിന്നെ 4:42 കൊല്ലം ജംഗ്ഷനിലാണ് സ്റ്റോപ്പ് ഉള്ളത്. 5:30 മാവേലിക്കര, 5:40 ചെങ്ങന്നൂർ, 5:55 തിരുവല്ല, 6:30 കോട്ടയം, 8:15 എറണാകുളം ടൗൺ, രാത്രി 8:45 ആലുവ, 9:45 തൃശ്ശൂർ, രാത്രി 10:30 ഷൊർണൂർ ജംഗ്ഷൻ, രാത്രി 10:55 പട്ടാമ്പി, 11:10 കുറ്റിപ്പുറം, 11:30 തിരൂർ എത്തിക്കഴിഞ്ഞാൽ ആ ദിവസം കഴിഞ്ഞു. പിന്നെ രണ്ടാം ദിവസം അർദ്ധരാത്രി 12:10 കോഴിക്കോട്, 12:30 കൊയിലാണ്ടി, 1:10 തലശ്ശേരി, 1:40 കണ്ണൂർ, 2:05 പയ്യന്നൂർ, 2:30 കാഞ്ഞങ്ങാട്, 2:50 കാസർഗോഡ് എത്തിക്കഴിഞ്ഞാൽ ട്രെയിനിൻ്റെ സ്റ്റോപ്പ് കേരളത്തിൽ കഴിഞ്ഞു. പിന്നെ വെളുപ്പിനെ 4:05 മാംഗ്ലൂർ ജംഗ്ഷൻ, 5:50 ഉടുപ്പി, 6:20 കുന്താപുര, 7:05 നമ്മുടെ ഡെസ്റ്റിനേഷനായ ബൈന്ദൂർ മൂകാംബിക റോഡിലേക്ക് ട്രെയിൻ എത്തിച്ചേരുന്നതാണ്. ഇനി ഇതേ ട്രെയിൻ തന്നെ തിരിച്ച് സർവീസ് നടത്തുമ്പോൾ വെരാവൽ ജംഗ്ഷനിൽ നിന്നാണല്ലോ തിരിച്ച് സർവീസ് നടത്തുന്നത്. അതിൻ്റെ സമയം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ട്രെയിൻ നമ്പർ 163-33 ആയിട്ട് വ്യാഴാഴ്ചകളിലായിട്ട് തിരിച്ച് സർവീസ് നടക്കുമ്പോൾ നമ്മുടെ വെരാവൽ ജംഗ്ഷനിൽ നിന്നും രാവിലെ 6:50 ആരംഭിക്കുന്ന ട്രെയിൻ രണ്ടാം ദിവസം ഉച്ചയ്ക്ക് ശേഷം 2:12 ബൈന്ദൂർ റോഡ് മൂകാംബികയിലേക്ക് എത്തിച്ചേരും. അതായത് വെള്ളിയാഴ്ച. ശേഷം 2:40 കുന്താപുര, 3:30 ഉടുപ്പി, 5:55 മാംഗ്ലൂർ ജംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ കേരളം തുടങ്ങുന്നത് 6:40 നമ്മുടെ കാസർഗോഡാണ് രണ്ടാം ദിവസം. 7 മണിയോടുകൂടി കാഞ്ഞങ്ങാട്, 7:24 പയ്യന്നൂർ, 7:40 കണ്ണപുരം, 8:05 കണ്ണൂർ, 8:30 തലശ്ശേരി, 8:55 വടകര, 9:15 കൊയിലാണ്ടി, 9:40 കോഴിക്കോട്, 9:55 ഫറോക്ക്, 10:15 പരപ്പനങ്ങാടി, 10:34 തിരൂർ, 10:50 കുറ്റിപ്പുറം, 11:15 പട്ടാമ്പി, 11:50 ഷൊർണൂർ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ രണ്ടാം ദിവസം കഴിഞ്ഞു. മൂന്നാം ദിവസം അർദ്ധരാത്രി 12:45 തൃശ്ശൂരേക്ക് ട്രെയിൻ എത്തിച്ചേരും. ശേഷം 1:40 ആലുവ, 2:05 എറണാകുളം ടൗൺ, 3:15 കോട്ടയം, 3:50 തിരുവല്ല, 3:55 ചെങ്ങന്നൂർ, 4:15 മാവേലിക്കര, 5:20 കൊല്ലം ജംഗ്ഷൻ, 6:25 തിരുവനന്തപുരം 6:25 ആകുമ്പോൾ തിരുവനന്തപുരം പേട്ടയിലേക്ക് ട്രെയിൻ എത്തിച്ചേരും. അത് കഴിഞ്ഞാൽ രാവിലെ 7:15 നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ ട്രെയിനിൻ്റെ ഡെസ്റ്റിനേഷൻ ഇങ്ങനെയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, കേരളത്തിൽ നിന്ന് മൂകാംബികയിലേക്ക് പോകാൻ സാധിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ട്രെയിനുകളായ 4 ട്രെയിനുകളിലെ 2 ട്രെയിനുകളെയാണ് നിങ്ങൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെട്ടത്. ഉടൻ തന്നെ മറ്റൊരു പാർട്ടിലേക്ക്, അതായത് പാർട്ട് 2-ൽ ആ 2 ട്രെയിനുകളുടെ വിവരണവും ഞാൻ ചെയ്യുന്നതാണ്. തീർച്ചയായും ഉപകാരപ്രദമാവും. ഈ 2 ട്രെയിനിലും യാത്ര ചെയ്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായി രേഖപ്പെടുത്തണേ. നിങ്ങൾ എത്തിച്ചേരുന്ന സമയമാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മൾ ആ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന സമയം രാവിലെ 7 മണിക്ക് ബൈന്ദൂർ മൂകാംബിക റോഡിലേക്ക് എത്തിച്ചേരുന്നു. യാത്രാ സൗകര്യമുണ്ട്. പിന്നെ നമുക്ക് അവിടുന്ന് എപ്പോഴും ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. ബസ് ഉണ്ടെങ്കിൽ അങ്ങനെ പോകാം, ടാക്സി ഉണ്ടെങ്കിൽ അങ്ങനെ പോകാം. എല്ലാം ചെന്ന് എത്തുന്ന സമയം വളരെ കൃത്യമാണ്. ഇനി പറയാൻ പോകുന്ന 2 ട്രെയിനുകളും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇതിൽ ആദ്യം പറഞ്ഞ, ഇന്നത്തെ വീഡിയോയിൽ ആദ്യം പറഞ്ഞ ട്രെയിൻ ഞാൻ പറഞ്ഞു, ജനറൽ കമ്പാർട്ട്മെൻറ്റ് നല്ലൊരു
നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഉറക്കമൊക്കെ പ്രശ്നമുള്ളവരും ഫാമിലി ആയിട്ട് പോകുന്നവരും മുതിർന്നവരും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ സ്ലീപ്പർ തന്നെ ധാരാളം. എ സിയുടെ ആവശ്യമില്ല. നമ്മൾ നോർത്ത് സൈഡിലോട്ടൊന്നും അല്ലല്ലോ പോകുന്നത്, ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല സ്ലീപ്പറിലൊന്നും. അതുകൊണ്ട് ധൈര്യമായിട്ട് പോകും. ഈവൻ തിരുപ്പതിയിലൊക്കെ പോകാനാണെങ്കിലും നമുക്ക് സ്ലീപ്പറൊക്കെ തന്നെയാണ് ധാരാളം. പഴനി ആയിക്കോട്ടെ, അങ്ങോട്ടൊക്കെ നമുക്ക് ഒരു കുഴപ്പമില്ല, സ്ലീപ്പർ തന്നെ മതി. നമുക്ക് അങ്ങോട്ട് നോർത്തിലോട്ട് പിടിക്കുമ്പോഴാണ് നമുക്ക് എ സി പോലും താങ്ങാനായിട്ട് പറ്റാത്തത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു 2 ട്രെയിനുകളുടെ വിവരണങ്ങൾ കംപ്ലീറ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ, എന്നെക്കൊണ്ടാവുന്ന രീതിയിലാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഉറപ്പായിട്ടും ഞാൻ മറുപടി തരാം. അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയും മലയാളി ട്രെയിൻ ബ്ലോഗർ എന്ന് പറയുന്ന പേരിൽ തന്നെയാണ്, ഫേസ്ബുക്കും അതിൽ തന്നെയാണ്. എന്നിരുന്നാലും നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ നമ്പർ വേണമെങ്കിൽ ഞാൻ യൂട്യൂബിൽ എൻ്റെ തിരുപ്പതി വീഡിയോയിലകത്തൊക്കെ എൻ്റെ പേഴ്സണൽ നമ്പർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നമ്പർ വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് നമ്പർ വേണമെന്നും പറഞ്ഞൊരു മെസ്സേജ് അയച്ചാൽ മതി. തീർച്ചയായും നിങ്ങൾക്ക് എന്നെ വാട്സപ്പിൽ ബന്ധപ്പെടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുവാൻ മറന്നു പോകരുത്. മാക്സിമം ആൾക്കാരിലേക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങൾ എത്തിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പറ്റി. ഇനി കൂടുതലൊന്നും പറഞ്ഞ് വീഡിയോ വെറുതെ മുഷിപ്പാക്കുന്നില്ല. മറ്റൊരു വീഡിയോ മറ്റൊരു കണ്ടൻറ്റൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗർ വൈൻഡിങ് അപ്പ്. ബൈ ബൈ ബൈ.